ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് സേമിയ പായസം ഉണ്ടാക്കാം. തേങ്ങാപ്പാലിലാണ് ഞാൻ സേമിയ പായസം ഉണ്ടാക്കുന്നത്. അതിന് ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ സേമിയ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കിസ്മിസും അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക്, നെയ്യ് എടുത്തിട്ടുണ്ട്. ഒരു പാത്രം ചൂടായി കഴിയുമ്പോൾ അതിലോട്ടേക്ക് നെയ്യ് ഉരുകി കഴിയുമ്പം അതിൽ കിസ്മിസ് ഇട്ട് വറുത്ത് കോരുക. കിസ്മിസ് നന്നായി വീർത്ത് വന്നു കഴിയുമ്പം അതിനെ വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുക. അതിനുശേഷം അതിലോട്ട് തന്നെ കശുവണ്ടിയും വറുത്ത് കോരിയെടുക്കണം. ആ നെയ്യിൽ തന്നെ നമുക്ക് ഒടിച്ചു വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുക്കാം. അതിനെ വറുത്ത് ഏകദേശം ഇളം ബ്രൗൺ കളറാവുന്നത് വരെ വറുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ വറുത്ത് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾക്ക് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ആ പാത്രത്തിലേക്ക് തന്നെ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കണം. ആ ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്ത് അത് പതുക്കെ ചൂടായി വന്നു കഴിയുമ്പോൾ തിളക്കുണ്ടാകും കേട്ടോ. പയ്യെ ചൂടാകുമ്പോഴത്തേക്കിനും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഉണ്ടല്ലോ, ആ സേമിയ അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ചെറുതായിട്ട് ഇളക്കുക. ഒരു വശത്തേക്ക് തന്നെ ഇളക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ തേങ്ങാപ്പാലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കുമ്പോൾ അതിന് ചിലപ്പം പിരിഞ്ഞു പോകും. അത് ഇങ്ങനെ പതുക്കെ ചൂടായി വന്ന് തിളച്ച് അത് കുറുകി വരും. വറ്റി കുറുകി വന്നു കഴിയുമ്പം നമ്മൾ അതിലേക്ക് പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ഒന്നാം പാലുണ്ടല്ലോ, അതിനെ നമ്മൾ ഒഴിച്ച് കൊടുക്കണം. ആ ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്ത് നല്ല കട്ടിപ്പാലാണ്, കുറുകിയ കട്ടിപ്പാൽ. അതിനെ ഒഴിച്ച് കൊടുത്തിട്ട് പതുക്കെ ഇളക്കി കൊടുക്കണം. പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് അത് അധികം തിളയ്ക്കാനായിട്ട് നിൽക്കണ്ട കേട്ടോ. അത് നന്നായി ചൂടായി കഴിയുമ്പം നമ്മൾ തീ ഓഫ് ചെയ്ത് അതിലോട്ടേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണം. നമ്മുടെ ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം നല്ല ഒരു കൊഴുപ്പിലായിട്ട് നിൽക്കും. നല്ല ടേസ്റ്റും നല്ല മണവും കൂടി കിട്ടും. പിന്നെ ഇത് ഏകദേശം പായസം റെഡി ആയിട്ടുണ്ട്. തീ നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിലോട്ടേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും കിസ്മിസും കൂടെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ തേങ്ങാപ്പാലിൽ നമ്മളുടെ സേമിയ പായസം റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ.